എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ഒരു ലീലയെക്കുറിച്ചാണ്. ഇത് പറഞ്ഞു തന്നത് മറ്റാരുമല്ല, സാക്ഷാൽ തിരുനാമാചാര്യൻ ആഞ്ഞൻ നമ്പൂതിരി പറഞ്ഞ കഥകളിൽ ഒന്നാണ്. ഭഗവത് കൃപ, ഭക്തരെക്കുറിച്ചുള്ള അനുഭവ കഥകൾ. തിരുമേനിയുമായി ബന്ധപ്പെട്ട ഭക്തരെപ്പറ്റി പറയാതെ പോയാൽ അതൊരപരാധമാവും. മദ്രാസ് കൃഷ്ണയ്യർ 12-ാം വയസ്സിൽ ചേന്നമംഗലം പാലിയത്ത് അടുക്കളക്കാരനായ കുട്ടി. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ എന്നും തൊഴുത് ഭജനം. മേക്കാട് നീലകണ്ഠ ഗുരുവിൻ്റെ ശിഷ്യനായി ഗുരുവായൂർ ഭജനം ഭജിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ മദ്രാസിൽ പോയി ജോലി ചെയ്യാൻ നിർദ്ദേശിച്ചു. അവിടെ കച്ചവടം തുടങ്ങി ഉച്ചയ്ക്ക് വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കും. പൂജ കഴിഞ്ഞേ എന്തും തുടങ്ങൂ. ഒരിക്കൽ ഒരു സാധു വന്ന് ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ 2 ദിവസത്തിനകം നിങ്ങൾക്കൊരു ഭാഗ്യം വരുമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ മകൻ സ്റ്റോർ റൂമിൽ നിന്നും കറ പിടിച്ച ഒരു തളിക കളിക്കാൻ കൊണ്ടുവന്നു. അത് തേച്ചുമിനുക്കി നോക്കിയപ്പോൾ അത്ഭുതം! തൃക്കാലടികൾ കരാരവിന്ദം കൊണ്ട് താങ്ങി മുഖാരവിന്ദത്തിൽ വെച്ച് പാതാരവിന്ദം നുകർന്ന് മനോജ്ഞമായ ആലിലയിൽ മലർന്നു കിടക്കുന്ന ബാലമുകുന്ദ രൂപം. ഇതെങ്ങനെ ഇവിടെ എത്തി? അദ്ദേഹം ആനന്ദ നൃത്തം തുടങ്ങി. കേട്ടവരെല്ലാം ഈ അത്ഭുതം കാണാൻ വന്നു. ആ സമയം 2-ാം ലോക മഹായുദ്ധം നടക്കുകയാണ്. മദ്രാസ് നഗരത്തിനു നേരെ ജപ്പാൻ വിമാനങ്ങൾ. എല്ലാവരും സ്ഥലം വിട്ടു. ഗുരുവായൂരപ്പൻ രക്ഷിക്കും. അദ്ദേഹം ഗുരുവായൂരെത്തി. 2 വർഷം ചിലവിനെന്തു ചെയ്യും? രാത്രി ഗുരുവായൂരപ്പൻ മദ്രാസിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. പോകുമ്പോൾ ഗുരുവായൂരപ്പനെ തൊഴാൻ ചെന്നു. ആ കാലത്ത് കളർ ചിത്രങ്ങളൊന്നും പ്രചാരത്തിലില്ല. അന്ന് തൊഴുതു നിൽക്കുമ്പോൾ വെൺകൊറ്റക്കൊട ചൂടി താമരപ്പൂവിൽ നിൽക്കുന്ന രൂപം അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ഈ രൂപം ചിത്രമാക്കി പ്രചരിപ്പിക്കണമെന്ന് കരുതി മദ്രാസിലെ ഒരു ചിത്രം വരക്കാരനെ സമീപിച്ചു. അദ്ദേഹത്തോട് കണ്ട രൂപം വരയ്ക്കാൻ പറഞ്ഞപ്പോൾ തലേ ദിവസം അദ്ദേഹത്തിനും സ്വപ്നദർശനമുണ്ടായിരിക്കുന്നു. അതനുസരിച്ച് വരച്ച ചിത്രം കൃഷ്ണയ്യരുടെ ഗുരുവായൂരപ്പൻ എന്നറിയപ്പെട്ടു. ഇനി അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണം. പതിവ് പൂജ കഴിഞ്ഞ് അന്ന് നമസ്കരിച്ചെഴുന്നേറ്റു. ഭാര്യയോട് കുറച്ച് വെള്ളം ആവശ്യപ്പെട്ടു. ഭാര്യ വെള്ളവുമായി വന്നപ്പോൾ വിഗ്രഹത്തിന് മുന്നിൽ നമസ്കരിച്ച് കിടക്കുന്നു അദ്ദേഹം. അന്നേ ദിവസം പ്രഭാതം മുതൽ പൂജാമുറിയിലും പരിസരത്തും ഗുരുവായൂരപ്പൻ്റെ ചന്ദനമണം തങ്ങി നിന്നിരുന്നു. വീടിനു മുകളിൽ 3 കൃഷ്ണപരുന്തുകൾ വട്ടമിട്ടിരുന്നു. സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ പരുന്തുകൾ വട്ടമിടുന്നുണ്ടായിരുന്നു. സ്വർഗാരോഹണം തന്നെ, സംശയമില്ല. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ കാത്തു രക്ഷിക്കണേ. നന്ദി.